വലിയ പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരുന്ന ലാലേട്ടനെ തന്നെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രം റെക്കോർഡുകൾ തീർക്കാനുള്ള തിയേറ്റർ കൗണ്ടെല്ലാം കേരളത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 100 കോടിയോളം ബഡ്ജറ്റിൽ ലാലേട്ടൻ സംവിധാനം ചെയ്ത് അതും 3Dയിൽ വരുന്ന മൂവിയാണല്ലോ ബറോസ്. സാധാരണ ലാലേട്ടൻ്റെ ഇത്തരത്തിൽ ബഡ്ജറ്റിൽ വരുന്ന സിനിമകളെല്ലാം ഒന്നെങ്കിൽ ഒരു സോളോ റിലീസായിരിക്കും, അല്ലെങ്കിൽ മിനിമം ഒരു 400-450 തിയേറ്ററിൽ തന്നെ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ആശീർവാദ് സിനിമാസ് പ്രയോഗിക്കാറുണ്ട്. എന്നാൽ ബറോസിലേക്ക് വരുന്ന സമയത്ത് ലാലേട്ടൻ ഇന്നലെ കേരള തിയേറ്റർ ലിസ്റ്റ് പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 230-240 തിയേറ്ററിലാണ് കേരളത്തിൽ ഈ ഒരു ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ക്രീൻ കൗണ്ട് വെച്ചിട്ട് റെക്കോർഡുകൾ തൂക്കാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല. പക്ഷേ ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് സിനിമ നേടുന്നതെങ്കിൽ ഒരു നല്ലൊരു കളക്ഷൻ ഫിഗറിലേക്ക് എത്തപ്പെടാൻ ഈ ഒരു തിയേറ്റർ കൊണ്ട് സാധിക്കും. തിയേറ്റർ ലിസ്റ്റാണ് 230-240. സ്ക്രീൻ കൗണ്ടും കാര്യങ്ങളെല്ലാം അതിൻ്റെ മുകളിൽ പോവും. 5 ഭാഷയിലെത്തുന്ന പാൻ ഇന്ത്യൻ മൂവിയായ ബറോസിനെ ഇന്ന് റിവ്യൂസിലൂടെ പോസിറ്റീവ് റിപ്പോർട്ട് നേടിയെടുക്കാൻ സാധിച്ചാൽ ഈ പറഞ്ഞ സ്ക്രീൻ കൗണ്ടും തിയേറ്റർ എല്ലാം നാളെ മുതൽ കൂടുതലാവാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. ഈ ഒരു കേരള തിയേറ്റർ ലിസ്റ്റ് വെച്ചിട്ട് ചരിത്രത്തിലേക്ക് എത്തപ്പെടാൻ ബറോസ് എന്ന ചിത്രത്തിന് സാധിച്ചില്ലെങ്കിലും 2024 നല്ലൊരു കളക്ഷൻ ഫിഗറിലേക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കൂടെ എത്തപ്പെടാനുള്ള സ്ക്രീനും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ബറോസ് മൂവി ഇന്ന് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എവിടെ നിന്നാണ് കാണുന്നത്? ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജനാസ്.